ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത മഹേഷിനെയും കാത്ത് അങ്ങനെ പുറത്ത് തന്നെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് മഹേഷ് 4 കാലി വരുന്നതാണ് ഇഷിതയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇഷിത കാർ എടുത്തിട്ട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന ഇഷിത എടുത്ത് വളരെ ചൂടാവാണ് മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട്, അതെ രചന പറഞ്ഞത് തന്നെയാണ് ശരി, നിങ്ങൾ മുഴുക്കുടിയനാണ്, നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയ രചന രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ദേഷ്യം കൊണ്ട് നിർത്തി ഇടി അവിടെ നിന്ന് എന്നൊക്കെ പണ്ട് വല്ലാതെ വഴക്ക് പറയാം കേട്ടോ. ഈ ബഹളമൊക്കെ കേട്ട് നമ്മുടെ രാമനാഥനും അതുപോലത്തെ സ്വപ്നവല്ലിയും മഞ്ജുമയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, മഹേഷ് മതി നിർത്ത്, നീ എല്ലാത്തിനും ഇഷിതടുത്ത് സോറി പറ, നീയല്ലേ അവളെ കൂട്ടിക്കൊണ്ട് പോയത്, നിങ്ങളെ പറഞ്ഞയച്ചാൽ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, മര്യാദയ്ക്ക് സോറി പറ എന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, വേണ്ടച്ച എന്നോട് സോറി എന്ന് പറഞ്ഞ് മഹേഷ് ചെറുതാവൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചിപ്പീനടുത്തേക്ക് വിളിക്കുകയാണ്. ചിപ്പീനുണ്ട് ഒരുപാട് താലോലിക്കണം പുഞ്ഞാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇഷിത. ശേഷം കിടന്നുറങ്ങുവാണ്. ഇഷിത ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മഹേഷ് അടുത്ത് ഇരുന്നിട്ട് ഇഷിത എടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇഷിത ഉറങ്ങിയിട്ടൊന്നുമില്ല. ആ സോറി ഇഷിത കേൾക്കുന്നുണ്ട്. രചന എടുത്ത് വെല്ലുവിളിക്കുകയാണ് നമ്മുടെ ഇഷിത. അതെ, മഹേഷിൻ്റെ ഭർത്താവാണ്. രചനക്കറിയാലോ, മഹേഷ് നന്നായിട്ട് റൊമാൻറ്റിക് ആവാനൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രചനയുടെ മനസ്സിൽ ഒരു മുള്ളു കുത്തിക്കൊള്ളുന്ന പോലത്തെ ഒരു വേദന ഉണ്ടായതിനു ശേഷം അവിടെ നിഷിത പോകുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.